വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സമസ്തയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനില്ലെന്നും സമസ്തയും ലീഗുമായി ഏറ്റുമുട്ടലിനില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം. കല്ലായിപ്പുഴ പുറമ്പോക്ക് ഭൂമി കയ്യേറ്റങ്ങൾ തുടർക്കഥയാകുന്നു. പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന സിറിയക് ജോണിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കർഷക പ്രതിഭാ പുരസ്കാരം എമേഴ്സൺ ജോസഫിന്. തളി ക്ഷേത്രത്തിലെ കർപ്പൂരാഴിയും ലക്ഷം ദീപം സമർപ്പണവും ഡിസംബർ 1-ന്. അർഹരായവരെ കണ്ടെത്തി വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പ്രവർത്തികൾക്ക് ഫറൂഖ് കെയർ പദ്ധതിയിൽ തുടക്കം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സമസ്തയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനില്ലെന്നും സമസ്തയും ലീഗുമായി ഏറ്റുമുട്ടലിനില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം. എന്നാൽ പാണക്കാട് കുടുംബത്തെയോ മുസ്ലിം ലീഗിനെയോ ആരെങ്കിലും വിമർശിച്ചാൽ മറുപടി പറയാതിരിക്കാനാകില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. അതെങ്ങനെയാണ്? സമസ്തയുടെ ആദർശ ലീഗാണ്. സമസ്തക്ക് അതിൻ്റെതായ വ്യക്തമായ കൃത്യമായ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ഉണ്ട്. അത് പറയാൻ വേണ്ടി അവർ യോഗം വിളിച്ചു കൂട്ടേണ്ടതിന് ലീഗ് എന്താ ചെയ്യണത്? അതിൽ ലീഗിൻ്റെ നേതാക്കന്മാരുണ്ടാവും. സമസ്തയിലുള്ള ലീഗാണെങ്കിൽ നേതാക്കന്മാരും അണികളൊക്കെ അതിലും പങ്കെടുക്കും. അതല്ലാതെ അത് രണ്ടും തമ്മിലൊരു ഏറ്റുമുട്ടലോ രണ്ടും തമ്മിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള തർക്കങ്ങളോ ഒന്നുമില്ല. വളരെ സുന്ദരമായി പോവുകയാണ്. SDPIയും വെൽഫെയർ പാർട്ടിയും സമസ്തയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനിയെങ്കിലും പഠിക്കണം. ഇത് രണ്ടും രാഷ്ട്രീയ പാർട്ടികളാണ്, മറ്റു മതസംഘടനയാണ്. മതസംഘടനകളുടെ അഭിപ്രായം അവരല്ലേ പറയുക. മതസംഘടനകളുടെ ആഭ്യന്തര കാര്യത്തിലോ അവരുടെ പ്രവർത്തന രീതികളിലോ അവരുടെ അഭിപ്രായങ്ങളിലോ ഞങ്ങൾ എതിരെ ഇടപെടാറില്ല. മുസ്ലിം ലീഗിനെ ആരെങ്കിലും വ്യക്തികൾ വിമർശിച്ചാൽ ആ വ്യക്തികൾക്ക് മറുപടി പറയും. അത് സംഘടന ഉള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കല്ലായിപ്പുഴ പുറമ്പോക്ക് ഭൂമി കയ്യേറ്റങ്ങൾ തുടർക്കഥയാകുന്നു. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണമാണ് കയ്യേറ്റങ്ങൾ കൂടി വരുന്നതെന്ന് പുഴ സംരക്ഷണ സമിതി പറയുന്നു. 30 സെന്റിലധികം ഭൂമി കയ്യേറിയതായാണ് പുതിയ കണ്ടെത്തൽ. കല്ലായി പാലത്തിനു സമീപം പുഴയിൽ മണ്ണിട്ട് നികത്തുന്നതിനെതിരെ കല്ലായി പുഴ സംരക്ഷണ സമിതി തഹസിൽദാർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് പന്നിയങ്കര കസബ വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തിയ ഉടനെ പ്രവൃത്തി നടത്തിയവർ JCBയും ക്രെയിനുമായി കടന്നു കളയുകയായിരുന്നു. കല്ലായി പുഴയോട് ചേർന്ന് നേരത്തെ മംഗളം പ്രസ് പ്രവർത്തിച്ച കെട്ടിടം വാങ്ങിയ സ്ഥാപനം പുഴ നികത്തിയും പുഴത്തീരത്തെ കണ്ടൽക്കാടുകൾ വെട്ടിത്തെളിച്ചതിനുമെതിരെയാണ് കല്ലായിപ്പുഴ സംരക്ഷണ സമിതി പരാതി നൽകിയത്. കല്ലായിപ്പുഴയോരത്തെ കയ്യേറ്റങ്ങൾക്കെതിരെ 2007 VS അച്യുതാനന്ദൻ സർക്കാർ നടപടിയെടുത്തപ്പോൾ പുറമ്പോക്ക് ഭൂമിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സ്വമേധയാ 17 സെന്റ് പുറമ്പോക്ക് ഭൂമി സർക്കാരിലേക്ക് മംഗളം പ്രസ് തിരിച്ചു നൽകിയ ഭൂമിയാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം വീണ്ടും കയ്യേറിയത്. പുതുതായി വരുന്ന ഉദ്യോഗസ്ഥർക്ക് കല്ലായിപ്പുഴ തീരത്തെ കയ്യേറ്റങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തതിനാൽ കയ്യേറ്റങ്ങൾക്കെതിരെ നൽകുന്ന പരാതികളിൽ വില്ലേജ് ഓഫീസർമാർ സർവേ ചെയ്യാൻ തഹസിൽദാർക്ക് ശുപാർശ ചെയ്യുന്നതിൽ നടപടികൾ അവസാനിക്കുകയാണെന്ന് കല്ലായിപ്പുഴ സംരക്ഷണ സമിതി ആരോപിച്ചു. നേരത്തെ സർവേ ചെയ്ത് കയ്യേറ്റം കണ്ടെത്തി ഒഴിപ്പിച്ച പുഴ പുറമ്പോക്ക് തീരങ്ങൾ വീണ്ടും കയ്യേറുമ്പോൾ വീണ്ടും സർവേ നടപടികൾ നടത്തണമെന്ന നിലപാടിൽ നടപടികൾ നീട്ടിക്കൊണ്ടുപോയി ഉദ്യോഗസ്ഥർ സർക്കാർ ഭൂമി കയ്യേറ്റക്കാരെ സംരക്ഷിക്കുകയാണെന്നും പുഴ സംരക്ഷണ സമിതി ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രമുഖ കോൺഗ്രസ് നേതാവും മന്ത്രിയുമായിരുന്ന സിറിയക് ജോണിന്റെ 1ാം ചരമ വാർഷിക ദിനാചരണവും കർഷക പ്രതിഭാ പുരസ്കാര സമർപ്പണവും ഡിസംബർ 1-ന് നടക്കും. എമേഴ്സൺ ജോസഫ് ആനക്കാമ്പൊയിൽ പുരസ്കാരം ഏറ്റുവാങ്ങും. ഓർമ്മയിൽ സിറിയക് ജോൺ എന്ന് പറഞ്ഞ സഭ്യത്തിൽ ഒരു വിഷയത്തെ ആസ്പദമാക്കി പ്രമുഖ
സംഘാടകനും സാംസ്കാരിക നായകനുമായ MN കാരശ്ശേരി പ്രഭാഷണം. സിറിയക് ജോണിന്റെ സ്മരണയ്ക്കായി മികച്ച കർഷകനുള്ള അവാർഡ് കൊടുക്കുവാൻ എല്ലാ വർഷവും കൊടുക്കുവാൻ സമിതി തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി ഇത്തവണ സമ്മിശ്ര കൃഷി നടത്തിയ പ്രിയപ്പെട്ട ശ്രീ എമേഴ്സനാണ് അവാർഡ് ജേതാവ്. ഡിസംബർ 1 ഞായറാഴ്ച വൈകിട്ട് CSI കത്തീഡ്രൽ ഹാളിൽ നടക്കുന്ന സിറിയക് ജോൺ അനുസ്മരണ സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ അധ്യക്ഷനാകും. എമേഴ്സൺ ജോസഫ് ആനക്കാംപൊയിലിന് സിറിയക് ജോൺ സ്മാരക കർഷക പ്രതിഭാ പുരസ്കാരം കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് സമ്മാനിക്കും. MK രാഘവൻ MP മുഖ്യ പ്രഭാഷണം നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു. സിറിയക് ജോൺ എന്ന കർഷക നേതാവ് രാഷ്ട്രീയത്തിൽ വളരെ സ്വാധീനം കാർഷിക ജനതയിൽ നൽകിയ ഒരാളാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തളി മഹാക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർപ്പൂരാഴിയും ലക്ഷം ദീപം സമർപ്പണവും ഡിസംബർ 1 നടക്കും. ലക്ഷം ദീപം സമർപ്പണത്തിന്റെ ഉദ്ഘാടനം ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ SC ശങ്കരൻ നമ്പൂതിരി നിർവഹിക്കും. മണ്ഡലകാലത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് തളി ക്ഷേത്രത്തിൽ ഡിസംബർ 1 നെയ്ത്തിരി, അതായത് നെയ്വിളക്കോട് കൂടിയുള്ള ലക്ഷദ്വീപ സമർപ്പണമാണ് പ്രധാനപ്പെട്ട പരിപാടി. അതോടൊപ്പം തന്നെ കർപ്പൂരാഴി ഉണ്ട്. കർപ്പൂരാഴി നിരവധി വർഷങ്ങളായി നടന്നു വരുന്നുണ്ട് ക്ഷേത്രത്തിൽ. എന്നാൽ ലക്ഷം ദീപം 2ാമത്തെ പ്രാവശ്യമാണ്. ഈ പ്രാവശ്യത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ മലബാറിൽ തന്നെ നെയ്വിളക്കായി ലക്ഷദ്വീപം നടത്തുന്നത് ആദ്യമായിട്ട് തളി ക്ഷേത്രത്തിലാണ്. ആദ്യ ദീപം തെളിയിക്കുന്നത് 2015-16 വർഷത്തെ ശബരിമല മേൽശാന്തി SC ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ആദ്യ ദീപം തെളിയിക്കുന്നത്. അന്ന് തന്നെ കർപ്പൂരാഴി നിറങ്ങേതക്കോട്ട ശങ്കരസ്വാമിയുടെ നേതൃത്വത്തിലാണ് കർപ്പൂരാഴി നടത്തുന്നത്. മലബാറിൽ ആദ്യമായും കേരളത്തിൽ 2ാമതായും നെയ്യ് കൊണ്ട് ലക്ഷദ്വീപം തെളിയിക്കുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകതയെന്ന് തളി ദേവസ്വം ഭാരവാഹികൾ പറഞ്ഞു. വൈകുന്നേരം 5:30 മണിക്ക് ലക്ഷം ദീപത്തിന്റെ ഉദ്ഘാടനവും 6:15 ശരണം വിളിയോടുകൂടിയുള്ള കർപ്പൂരാഴിയും തുടർന്ന് ഭക്തജനങ്ങൾക്ക് ഭിക്ഷയും ഉണ്ടായിരിക്കുമെന്നും ദേവസ്വം പ്രതിനിധികളായ അഡ്വക്കേറ്റ് ഗോവിന്ദ് ചന്ദ്രശേഖർ, എക്സിക്യൂട്ടീവ് ഓഫീസർ മനോജ് കുമാർ, ഉത്സവാഘോഷ കമ്മിറ്റി കൺവീനർ PM ഉണ്ണികൃഷ്ണൻ, തളി ദേവസ്വം അസിസ്റ്റന്റ് മാനേജർ പ്രദീപ് കുമാർ രാജ, പ്രോഗ്രാം കൺവീനർ ശ്രീജിത്ത് മേനോൻ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്കു ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കെയർ ഫറൂഖ് പ്രഖ്യാപനവും അന്തിയുറങ്ങാൻ ഒരിടം പദ്ധതി ഉദ്ഘാടനവും മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഫറൂഖ് രാമനാട്ടുകര മുനിസിപ്പാലിറ്റികളിൽ അർഹരായവരെ കണ്ടെത്തി വീടുകൾ നിർമ്മിച്ച് നൽകുന്ന പ്രവർത്തികൾക്കാണ് സംഘടന നേതൃത്വം നൽകുന്നത്. അന്തിയുറങ്ങാൻ ഒരിടം എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യവുമായി ഫറൂഖ് രാമനാട്ടുകര മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രഖ്യാപനവും അന്തിയുറങ്ങാൻ ഒരിടം പദ്ധതി ഉദ്ഘാടനവും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. മന്ത്രിയിൽ നിന്നും 1000 രൂപയ്ക്കൊരു വീട് പദ്ധതിയിലെ ഫണ്ട് കെയർ ചെയർമാനും ഭാരവാഹികളും സ്വീകരിച്ചു. അപ്പൊ മനുഷ്യന് തലചായ്ക്കാൻ ഒരു വീട് മനുഷ്യരുടെ നന്മയുടെ കൂട്ടായ്മയുടെ ഭാഗമായി ഉണ്ടാക്കാനാവുക എന്നുള്ളത് ഒരു സൽപ്രവൃത്തിയാണ്. അതിനെല്ലാവരും ഒന്നിക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. GTech MD മഹറൂഫ് മണലൊടി,
മൈജി MD AK ഷാജി എന്നിവർ ലോഗോ പ്രകാശനം ചെയ്തു. കഴിഞ്ഞ 7 മാസ കാലയളവിനുള്ളിൽ കെയർ ഫറോക്ക് നിർമ്മിച്ച 5 വീടുകൾ അർഹരെ കണ്ടെത്തി നൽകിയിരുന്നു. പ്രഖ്യാപന സമ്മേളനത്തിൽ കെയർ ഫറോക്ക് ജനറൽ സെക്രട്ടറി EK അബ്ദുൽ ലത്തീഫ് സ്വാഗതം പറഞ്ഞു. കെയർ ഫറോക്ക് ചെയർമാൻ KV സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. രാമനാട്ടുകര നഗരസഭാ ചെയർപേഴ്സൺ K ബുഷ്ര റഫീഖ് മുഖ്യാതിഥിയായിരുന്നു. നിലവിൽ 2 വീടുകളുടെ പ്രവൃത്തി നടന്നുവരുന്നതായും സംഘാടകർ പറഞ്ഞു. കെയർ ഡോക്യുമെന്ററി സ്വിച്ച് ഓൺ കർമ്മം പ്രവാസി ബിസിനസ്മാൻ നാഫിസ് റസാഖ് നിർവഹിച്ചു. സിനിമാ സംവിധായകൻ റോബിൻ തിരുമല, എഴുത്തുകാരൻ കമാൽ H മുഹമ്മദ്, ഫറോക്ക് നഗരസഭ ഉപാധ്യക്ഷൻ K റീജ, പ്രവാസി വ്യവസായി അഷ്റഫ് വേങ്ങാട്ട്, PC കുഞ്ഞാലൻ, KV ഹസൻകുട്ടി, V അഫ്സൽ, V ഷഫീഖ് ഹസൻ, PK ജാഫർ, MK ആഷിഖ്, TP നൂറുദ്ദീൻ, മുഹമ്മദ് ഷെരീഫ് വടകര തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക മത്തി ദിനത്തിൽ മത്സ്യത്തൊഴിലാളികളെ ആദരിച്ചു. ദേശീയ മത്സ്യബന്ധന ദിനാഘോഷത്തോടനുബന്ധിച്ച് കളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദിയാണ് തൊഴിലാളികളെ പൊന്നാടയണിയിച്ച് ആദരിച്ചത്. ദർശന വനിതാ വേദി പ്രവർത്തകർ കടലിനക്കരെ പോണോരെ എന്ന ചെമ്മീനിലെ ഗാനത്തിന്റെ നൃത്ത ചുവടുകളോടെയാണ് അതിഥികളെ ദർശനം ഗ്രന്ഥശാല MN സത്യാർത്ഥി ഹാളിലേക്ക് ആനയിച്ചത്. മുതിർന്ന മത്സ്യത്തൊഴിലാളികളായ KP ഇമ്പിച്ചിക്കോയ, CK മുഹമ്മദ് കുട്ടി, CP കോയ, MP രാജു, KK സിദ്ദിഖ്, അബൂബക്കർ എന്നിവർക്ക് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം K ചന്ദ്രൻ മാസ്റ്റർ പൊന്നാട ചാർത്തി ആദരപത്രം സമർപ്പിച്ചു. കുട്ടിക്കാലത്ത് കണ്ടത് കൊട്ടയിൽ 2 കൊട്ടകളിലായി കാണ്ടത്തിൽ തൂക്കി അങ്ങനെയാണ് മത്സ്യം നടത്തുന്നത്. അക്കാലം മാറി കുറച്ച് കഴിഞ്ഞപ്പോൾ മത്സ്യവിതരണത്തിന്റെ രീതി മാറി. പിന്നീട് വന്നത് സൈക്കിളിലാണ്. കുറച്ചുകൂടി കാലം മാറിക്കഴിഞ്ഞപ്പോൾ അതിന് പ്രത്യേകമായി മത്സ്യവണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക വണ്ടി തയ്യാറായിരുന്നു. MH എന്ന പേരിലുള്ള ഒരു ചെറിയ വാഹനം. ഇപ്പൊ അതും മാറി. ഇപ്പോൾ മോട്ടോർ ബൈക്കിൽ തന്നെ കൊട്ട കയറ്റി കൊണ്ടുപോകുന്ന രീതിയുണ്ട്. ഇങ്ങനെ പല പല മാറ്റങ്ങളിലൂടെ ഈ മത്സ്യവിതരണം എന്നത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ദർശനം ഗ്രന്ഥശാല പ്രസിഡന്റ് P സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. വനിതാവേദി ചെയർപേഴ്സൺ CP ആയിഷ B, വനിതാവേദി കൺവീനർ PK ശാലിനി, ദർശനം സെക്രട്ടറി TK സുനിൽകുമാർ, ജോയിന്റ് സെക്രട്ടറി ഡഗ്ലസ് ഡിസിൽവ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബാംഗ്ലൂർ പീപ്പിൾസ് പ്ലാനറ്റ് സംഘടനയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രകൃതിയുടെ കാവലാൾ പുരസ്കാരം വടയക്കണ്ടി നാരായണന്. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പുരസ്കാരം ഏറ്റുവാങ്ങി. പരിസ്ഥിതി വിദ്യാഭ്യാസം, മില്ലറ്റ് പ്രചരണം, സാഹിത്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ സേവനം, സ്കൂൾ കലാമേളകളിലെ വ്യത്യസ്തമായ അനൗൺസ്മെന്റ്, മീഡിയ പ്രവർത്തനം, അധ്യാപനം തുടങ്ങി വിവിധ മേഖലകളിലെ സംഭാവനകളെ പരിഗണിച്ചാണ് പുരസ്കാരം നൽകിയത്. ബാംഗ്ലൂരിലെ സെന്റ് ജോസഫ് യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ MLAയും ബാംഗ്ലൂർ ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാനുമായ NA ഹാരിസ് പുരസ്കാരം സമർപ്പിച്ചു. ബാംഗ്ലൂരിനെ തിരിച്ചുപിടിക്കുക എന്ന മുദ്രാവാക്യവുമായി 1 മില്യൺ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പീപ്പിൾസ് പ്ലാനറ്റിന്റെ പദ്ധതിയുടെ ഭാഗമായി നടന്ന ചടങ്ങിലാണ് പുരസ്കാരദാനം നടത്തിയത്. ಇಡೀ ರಾಜ್ಯ, ಇಡೀ ದೇಶ, ಈ ಪ್ಲಾನೆಟ್ ಅರ್ಥನ್ನೇ ನಾವು ಕಾಪಾಡುವಂತ ಕೆಲಸ ಆಗ್ಬೇಕು. ಭೂಮಿ ತಾಯಿಯನ್ನ ಯಾವ ತರ ಕಾಪಾಡಬೇಕು ಅನ್ನೋದು ನಾವೆಲ್ಲರೂ ಕೂಡ ಅರ್ಥ ಮಾಡ್ಕೋಬೇಕು. ಅದ್ರ ಬಗ್ಗೆ ಒಬ್ಬರು ಬಹಳ ಆಕ್ಟಿವಿಸ್ಟ್, ಬಹಳ ಗ್ರೀನರಿ ಬಗ್ಗೆ ಬಹಳಷ್ಟು ಕಾರ್ಯಕ್ರಮಗಳನ್ನ ಮಾಡ್ತಾ ಇರುವಂತವ್ರು. പരിസ്ഥിതി പ്രവർത്തകനുള്ള പുരസ്കാരം ആയതുകൊണ്ട് മിനുസപ്പെടാത്ത കരിങ്കല്ലിൽ ഉറപ്പിച്ച മെമ്മന്റോയാണ് നൽകിയത്. തിരുവള്ളൂർ ശാന്തിനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറി അധ്യാപകനായി വിരമിച്ച നാരായണൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി വിവിധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. I extend my wholehearted support to the activities of People's Planet, and once again I express my deepest gratitude for giving me such an opportunity to come over here and to accept your love and respect. Thank you very much. Thank you.
അമിത് ഹെഗ്ഡെ അധ്യക്ഷനായി. പ്രൊജക്ട് ഹെഡ് ജേനി ബെൻഹെയിം, സിനിമാ നടൻ ശ്രേയസ് സൂരി, ആസിഫ് ബേഗ്, റിയ വർമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര ഥാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പെരുവയലിൽ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് പെരുവയൽ ടർഫിൽ വടംവലിയോടെ തുടക്കമായി. ക്രിക്കറ്റ് ഒഴികെയുള്ള എല്ലാ കായിക മത്സരങ്ങളും രാത്രി സമയത്താണ് സംഘടിപ്പിക്കുന്നത്. പെരുവയൽ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് പെരുവയൽ ടർഫിൽ വടംവലിയോടെ തുടക്കം. ക്രിക്കറ്റ് ഒഴികെയുള്ള എല്ലാ കായിക മത്സരങ്ങളും രാത്രി സമയത്താണ് സംഘടിപ്പിക്കുന്നത്. മത്സരാർത്ഥികളുടെയും കാണികളുടെയും സൗകര്യം പരിഗണിച്ചും പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുമാണ് രാത്രിയിൽ ഒരുക്കിയത്. ഡിസംബർ 8 ചെറുകുളത്തൂരിൽ കലാമത്സരങ്ങളോടെ സമാപിക്കും. വടംവലി വനിതാ വിഭാഗത്തിൽ യുവമൈത്രി പുഞ്ചപ്പാടവും, വടംവലി പുരുഷ വിഭാഗത്തിലും കബഡിയിലും MK ബ്രദേഴ്സ് കീഴ്മാടും ജേതാക്കളായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PK ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N അബൂബക്കർ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അനീഷ് പാലാട്ട്, ഷാഹിന സലാം, അംഗങ്ങളായ P അനിത, PM ബാബു, MK സുഹറാബി, വിനോദ് എളവന, K അബ്ദുറഹ്മാൻ, ഉനൈസ് അരിക്കൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ സെന്റ് ആൻഡ്രൂസ് ദേവാലയത്തിൽ വിശുദ്ധ അന്ത്രയോസിന്റെ തിരുനാളിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ ഒളാട്ടുപുറത്തിന്റെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം. തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായ ദിവ്യബലിക്ക് ചെറുവണ്ണൂർ തിരുഹൃദയ ദേവാലയ വികാരി ഫാദർ ജിജു പള്ളിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാരിഷ് കൗൺസിൽ സെക്രട്ടറി ജോയ്മോൻ തറമൽ, കൺവീനർ ജോൺ പുള്ളിക്കപ്പറമ്പിൽ, വില്യം ജോൺ, ബാബു പ്രസാദ്, ഹെറിൽ ലിബേറ എന്നിവരും മറ്റ് പാരിഷ് കൗൺസിൽ അംഗങ്ങളും നേതൃത്വം നൽകി. വെള്ളിയാഴ്ച വൈകിട്ട് ജപമാല, ദിവ്യബലി, നൊവേന എന്നിവയും നടന്നു. മദർ ഓഫ് കത്തീഡ്രൽ സഹവികാരി ഫാദർ ഷാൻഡോ കാർമ്മികത്വം വഹിച്ചു. തിരുനാളിന്റെ ഭാഗമായി ഡിസംബർ 1 ദിവ്യബലിക്ക് കോഴിക്കോട് രൂപതാ മെത്രാൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് ഇടവക കുടുംബാംഗങ്ങളുടെ കലാവിരുന്നോടെ തിരുനാൾ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. സെയിൽസ് ഡെവലപ്മെന്റ് ഓഫീസർക്ക് ബോച്ചയുടെ അംഗീകാരം. മികച്ച ബിസിനസ് കൈവരിച്ചതിനാണ് സെയിൽസ് ഓഫീസർ ബബിത പ്രദീപിന് കാർ സമ്മാനമായി നൽകിയത്.
ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് അരയടത്തുപാലം ഷോറൂമിൽ 2024 ജൂൺ ജൂലൈ മാസത്തിൽ മികച്ച ബിസിനസ് കൈവരിച്ച സെയിൽസ് ഡെവലപ്മെന്റ് ഓഫീസർ ബബിത പ്രദീപിന് ബോച്ചെ കാർ സമ്മാനിച്ചു. മാരുതി സ്വിഫ്റ്റ് കാറാണ് സമ്മാനമായി നൽകിയത്. ഈ പ്രസ്ഥാനം കൊണ്ട് ഒരുപാട് പാവപ്പെട്ടവർക്ക് ഇതിന്റെ ലാഭവിഹിതം കൊണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാൻ ബോച്ചെ ഫാൻസ് ക്യാപിറ്റൽ സാധിച്ചു. ഇതെല്ലാം കൂടെ പറഞ്ഞാൽ നന്ദി 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 മാത്രമേ പറയാനുള്ളൂ. ഒന്ന് ഫോളോ അപ്പ് എന്നുള്ള ക്ലാസ്സാണ്. എന്റെ സബ്ജക്ട് തന്നെ ഡു ഫോളോ അപ്പ് അണ്ടിൽ യു അച്ചീവ്. ഒരു കാര്യം നേടുന്നത് വരെ 100% കിട്ടുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ ഫോളോ അപ്പ് ചെയ്യുക എന്നതാണ്. അന്ന് പറഞ്ഞ വാക്കാണ് ഫോളോ അപ്പ്. കാരണം ഈ ഒരു ഫോളോ അപ്പ് എനിക്ക് വേറൊരു വ്യക്തിയിൽ നിന്ന് കിട്ടിയതാണ്. അത് ഫോളോ അപ്പ് ചെയ്തവരൊക്കെ ഇന്ന് വിജയിച്ചു. ഇവരെ കണ്ട് അടുത്ത തലമുറയും ഫോളോ അപ്പിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ഡയമണ്ട് ഹെഡ് ജിജോവിയൽ, റീജിയണൽ മാനേജർ ഗോകുൽ, അഡ്മിനിസ്ട്രേറ്റർ ജോസ്, അക്കൗണ്ട്സ് ഹെഡ് ബിജു ടി കെ, ഷോറൂം മാനേജർമാരായ രജീഷ് കുമാർ, ഉമേഷ്, നിജിൻ എന്നിവർ പങ്കെടുത്തു. ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ആൾക്കാണ് ഗിഫ്റ്റ് പറഞ്ഞത്. പിറ്റേ ദിവസം തന്നെ രാവിലെ തൊട്ട് ഞാൻ ഇറങ്ങി ഒരു ഡെമോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു സാറ്. പിറ്റേ ദിവസം രാവിലെ തൊട്ട് തന്നെ ഇറങ്ങിയിട്ട് രാത്രി 9 മണി 9 വരെ വർക്ക് ചെയ്തു. എനിക്ക് ആ ഒരു സംഭവം എനിക്ക് മനസ്സിൽ കൊണ്ടുപോയി. കിട്ടണം തന്നെ വാശിയായി ഞാൻ നേടിയെടുത്തു. അപ്പോൾ ബോച്ചയ്ക്കും നന്ദി, എല്ലാവർക്കും നന്ദി. എന്നെ സഹായിച്ച സപ്പോർട്ട് ചെയ്ത എൻ്റെ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ലോക എയ്ഡ്സ് ദിനാചരണം ഡിസംബർ 1 നടക്കും. ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. നവംബർ 30, ഡിസംബർ 1, 2 തീയതികളിൽ മെഴുകുതിരി തെളിയിക്കൽ, ഫ്ലാഷ് മോബ്, ബോധവൽക്കരണ റാലി, പാവനാടകം, സെമിനാർ, പ്രദർശനം, പോസ്റ്റർ ക്വിസ് കോമ്പറ്റീഷൻ, ലഘുനാടകം എന്നിവ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തും. ഡിസംബർ 2 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന പൊതുപരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N രാജേന്ദ്രൻ, ഡോക്ടർ സ്വപ്ന KV, ഡോക്ടർ മുഹസിൻ, ഡോക്ടർ അഖിൽ, ഡോക്ടർ പ്രിൻസം ജോർജ് തുടങ്ങിയവർ സംബന്ധിച്ചു. കേരളത്തിലെ ത്വക്ക് രോഗ വിദഗ്ധരുടെ വാർഷിക സമ്മേളനം ക്യൂട്ടികോൺ കേരള 2024 നവംബർ 30, ഡിസംബർ 1 തീയതികളിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടക്കും. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഡെർമറ്റോളജിസ്റ്റ്, വെനറിയോളജിസ്റ്റ് ആൻഡ് ലെപ്രോളജിസ്റ്റ് കേരള ശാഖയും മലബാർ ഡെർമറ്റോളജി ക്ലബ്ബും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംഘടന മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂരി ഐപ്പ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ T രേണുക, ഡോക്ടർ M പ്രശാന്ത്, ഡോക്ടർ ഗീത ഗോപാലകൃഷ്ണൻ, ഡോക്ടർ KR അമിത, ഡോക്ടർ അനീഷ ജനാർദ്ദനൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ ഡിഗ്രി പഠനത്തിന് സാമ്പത്തിക സഹായം നൽകുക എന്ന ഉദ്ദേശത്തോടെ ഐസ് ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ഇമെറ്റ് 2025 സ്കോളർഷിപ്പിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. സ്കോളർഷിപ്പിലൂടെ സൺറൈസ് കോളേജിൽ വിവിധ ഡിഗ്രി PG കോഴ്സുകളിലായി 161 വിദ്യാർത്ഥികൾക്ക് 20 ലക്ഷം രൂപയാണ് ട്രസ്റ്റ് നൽകുന്നത്. ഇതിനായി ഡിസംബർ 18 മുൻപായി ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കണം. വിശദ വിവരങ്ങൾക്ക് www.emet.src.in എന്ന സൈറ്റിലോ 8086704111 എന്ന നമ്പറിലോ ബന്ധപ്പെടാമെന്ന് സാരഥികളായ KK മുഹമ്മദ്, ജൗഹർ, സാന്ദ്ര പ്രസാദ് എന്നിവർ അറിയിച്ചു. ഡിസംബർ 1 രാവിലെ നടക്കുന്ന പ്രബോധനം കുടുംബ സംഗമത്തോടെയാണ് വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമാകുക. പ്രബോധനത്തിലെ എഴുത്ത് എന്ന വിഷയത്തിൽ പ്രമുഖർ സദസ്സുമായി സംവദിക്കും. ഇന്ത്യൻ മുസ്ലിം സ്വാതന്ത്ര്യത്തിനു ശേഷം എന്ന വിശേഷാൽ പതിപ്പ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP പ്രകാശനം ചെയ്യും. ഷൈഖ് VP അഹമ്മദ് കുട്ടി കോപ്പി ഏറ്റുവാങ്ങും. വാർത്താ സമ്മേളനത്തിൽ പ്രബോധനം ചീഫ് എഡിറ്റർ ഡോക്ടർ കൂട്ടിൽ മുഹമ്മദ് അലി, എഡിറ്റർ അഷറഫ് കീഴുപറമ്പ്, സംഘാടക സമിതി കൺവീനർ ഷെരീഫ് കുട്ടിക്കാട്ടൂർ എന്നിവർ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമസ്തയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനില്ലെന്നും സമസ്തയും ലീഗുമായി ഏറ്റുമുട്ടലിനില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A. സലാം.
കല്ലായിപ്പുഴ പുറമ്പോക്ക് ഭൂമി കയ്യേറ്റങ്ങൾ തുടർക്കഥയാകുന്നു. പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന സിറിയക് ജോണിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കർഷക പ്രതിഭാ പുരസ്കാരം എമേഴ്സൺ ജോസഫിന്. തളി ക്ഷേത്രത്തിലെ കർപ്പൂരാഴിയും ലക്ഷം ദീപം സമർപ്പണവും ഡിസംബർ 1-ന്. അർഹരായവരെ കണ്ടെത്തി വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പ്രവർത്തികൾക്ക് ഫറോക്ക് കെയർ പദ്ധതിയിൽ തുടക്കം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.